പഹൽഗാം ഭീകരാക്രമണത്തിലെ തീവ്രവാദികൾ എവിടെ എന്നുള്ള ഒരു ചോദ്യം കുറെ നാളുകളായി പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഇന്ത്യ തന്നെ ഇറക്കിയതാണെന്നൊരു വിഭാഗം പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള എന്താ പറയുക അവഹേളനവും ആരോപണവും ഒക്കെ ഇന്ത്യൻ സർക്കാർ കേട്ടു, പ്രത്യേകിച്ച് BJP സർക്കാർ അത് കേട്ടു. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യ കാണിച്ചു കൊടുത്ത പാഠം എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും? അതായത് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ വന്ന ഭീകരവാദികളാണെന്ന് എല്ലാവരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല, ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിൽ ഒരാൾ ഇന്നലെ ഒരു പ്രമുഖമായൊരു പ്രസ്താവന നടത്തുകയും അത് ചെറിയ പുള്ളിയൊന്നുമല്ല, മുൻ ആഭ്യന്തരമന്ത്രിയാണ് പി ചിദംബരം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികളാണെന്നതിന് തെളിവ് എവിടെ? ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ ഇവിടെ തന്നെ മുളച്ചു പൊങ്ങിയ ഭീകരവാദികളായിക്കൂടെ? അതിന് പറയാൻ ന്യായമുണ്ട്. കാര്യം ഈ കാശ്മീരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെയും സംശയിക്കാം. പക്ഷേ ഇന്ത്യ കൃത്യമായ ആരോപണം ഉന്നയിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഭീകരവാദികൾ അത് കാശ്മീരിലുള്ള ചിലരുടെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയ ഭീകരവാദ പദ്ധതിയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം എന്നുള്ളതാണ് ആരോപണം. പക്ഷേ ഇന്ത്യയുടെ നിലപാടിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് പലരും ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. അതായത് പാകിസ്ഥാനെ വെള്ളപൂശുന്ന തരത്തിൽ പാകിസ്ഥാൻ ഇവിടെ യാതൊരു റോളുമില്ല, ഇവിടെ തന്നെയുള്ള ചില ആളുകൾ ചെയ്ത പദ്ധതി എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അതായത് വലിയൊരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ അതായത് 1 മണിക്കൂറോളം അവിടെ 26 പേരെ കൊന്നു തള്ളിയ ശേഷം ഇവരെങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം അവശേഷിച്ചു. അവർ ഒളിത്താവളത്തിലേക്ക് മടങ്ങി, അവരെ പിടികൂടാൻ സാധിച്ചില്ല എന്നുള്ളത് അത് ഒരു മോശം കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ ആ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തയാൾ, അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ ഷാ എന്നാണ്. സുലൈമാൻ ഷാ മറ്റൊരു പേര് കൂടിയുണ്ട്, ഹാഷിം മൂസ. ഇയാൾക്കൊരു ചരിത്രമുണ്ട്. ഇയാൾ പാകിസ്ഥാൻ സൈനികനായിരുന്നു. അതെ, പാകിസ്ഥാൻ സൈനികൻ, കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ്, അതായത് ഒരു കമാൻഡോ സംഘം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SSG എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ഇതിലെ അംഗമായിരുന്നു. അതിനുശേഷം ഇയാൾ ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ആളെ കൂട്ടുകയും ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ കാശ്മീർ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ താഴ്വര കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇവരെവിടെയെന്നുള്ളത്. ഇവർ ഈ കൃത്യം നടപ്പിലാക്കിയ ശേഷം വനത്തിലേക്ക് പോയി ഒളിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒളിച്ചിരിക്കുന്നവർ ഒരിക്കലും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ലല്ലോ. ഇവരുപയോഗിച്ചിരുന്ന ഒരു സാറ്റലൈറ്റ് ഫോൺ, കൃത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് T-82 എന്നാണ്. ഒരു ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണാണ്. ഹൈ ഫ്രീക്വൻസി, അതായത് വലിയ തോതിലുള്ള തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഫോൺ. അത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യുക എളുപ്പമല്ല. അതിൻ്റെ കാരണം ട്രാക്ക് ചെയ്താൽ തന്നെ അതിലുള്ള സന്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റില്ല. കാര്യം ഇത് ട്രാൻസ്ക്രിപ്റ്റഡ് ആണ്. അതായത് അതിൻ്റെ ആ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് പിടികിട്ടില്ല. അതായത് ചോർത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഏക സാധ്യത ഇലക്ട്രോണിക് മാപ്പിംഗ് ആണ്. അതായത് എവിടെയെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക, അങ്ങനെയുള്ളൊരു സാങ്കേതിക സംവിധാനം സൈന്യത്തിനുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ഭീകരാക്രമണം നടന്ന താഴ്വരയുണ്ടല്ലോ, കൃത്യം പറഞ്ഞാൽ ബൈസരൻ താഴ്വര, അവിടെ വനഭാഗത്ത് ഇതേപോലെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യം മനസ്സിലാക്കുന്നത് 14 ദിവസം മുമ്പ്. അപ്പോൾ അന്നു മുതൽ നമ്മൾ ഇയാളെ ഇതെവിടെയാണെന്ന് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ, അതായത് കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് രാവിലെ 8 മണിയോടുകൂടി നമ്മളൊരു ഡ്രോൺ അയച്ച്, അതായത് ഈ സംഭവം നമ്മൾ ലൊക്കേഷൻ മനസ്സിലായി, ഇന്ന ഒരു കാട്ടിൽ ആണ് ഇവർ ഒളിച്ചിരിക്കുന്നത് മനസ്സിലായി. രാവിലെ 8 മണിക്ക് ഒരു ഡ്രോൺ അയച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡ്രോൺ അയച്ചു. അപ്പോൾ ഇങ്ങനെ ഡ്രോൺ അയച്ചപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഒളിത്താവളം ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം 9:30 അതായത് ആളുകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവരെ കീഴടക്കുക എന്നുള്ളതാണല്ലോ ദൗത്യം. അതിനുശേഷം രാവിലെ 9:30 ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ റൈഫിൾ ഫോഴ്സ്, അതായത് കാശ്മീരിലെ ഭീകരവാദ വിരുദ്ധ അല്ലെങ്കിൽ ഭീകരവാദം അമർച്ച ചെയ്യാനായിട്ടുള്ള സൈന്യമാണ്. അവരും പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കമാൻഡോകളും വന്നു. ഇവരുടെ ദൗത്യ സംഘം അങ്ങോട്ടേക്ക് നീങ്ങി. എന്നിട്ടും നമുക്ക് ഇത് കൃത്യം മനസ്സിലാക്കി, വീണ്ടും കാത്തിരിപ്പുകളുടെ സമയമാണ്. ഒരു 10 മണിക്ക്, അതായത് ഒരു 10 മണിക്ക്, അതായത് ദൗത്യം തുടങ്ങി രാവിലെ 8 മണിക്കാണെങ്കിൽ
ഒരു 10 മണിയോടുകൂടി ഇവരുടെ ഭീകരരുടെ കൃത്യം വിഷ്വൽ കിട്ടി. ഒരു 30 മിനിറ്റിനുള്ളിൽ ഇവരെ ലക്ഷ്യമാക്കിയിട്ടുള്ള ആദ്യത്തെ വെടി പൊട്ടി. അപ്പോൾ അതിനുശേഷം ഇവർ പരിക്കേറ്റ് കിടക്കുന്ന സമയമാണ്, ഒന്നും അറിയില്ല. ഒരു 11:45 ഇതിലൊരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. 3 പേരുണ്ടായിരുന്നു. അതിലൊരാൾ രക്ഷപ്പെടാൻ നോക്കി, അയാളെ വധിച്ചു. അതിനുശേഷം ഒരു തെരച്ചിൽ, ഒരു ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ തിരക്കി, അതായത് മറ്റ് ആൾക്കാരുണ്ടോ എന്നൊക്കെ കണ്ടെത്താനായിട്ട് വീണ്ടും ഒരു 45 മിനിറ്റ് കൂടി എടുത്തു. അങ്ങനെ ഏതാണ്ട് 12:45 നമ്മൾ ഈ ദൗത്യം പൂർത്തിയാക്കുന്നത്. നമ്മൾ കമാൻഡോ സംഘം ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഇവരുടെ ജഡം അവിടെ കാണുന്നു. അതോടുകൂടി ആ ദൗത്യം പൂർത്തിയായി. അവിടെ വലിയ രീതിയിലുള്ള ഒരു ആയുധ ശേഖരവും പിടിച്ചെടുത്തു. അതായത് റഷ്യൻ നിർമ്മിത AK-47 തോക്ക്, അമേരിക്കൻ നിർമ്മിത M4 കാർബൈൻ എന്ന് പറയുന്ന തോക്ക്, 17 ഗ്രനേഡുകൾ, കൂടാതെ ഇവർ ഉപയോഗിച്ച ഈ സാറ്റലൈറ്റ് ഫോണും കണ്ടെത്തി. അപ്പോൾ ഇതോടുകൂടി ആ പ്രദേശത്ത്, അതായത് ഈ സൂത്രധാരൻ എന്ന് പറയുന്ന ഹാഷിം മൂസ അടക്കമുള്ളവരെ നമ്മൾ പിടികൂടി. അതായത് മരിച്ച ബാക്കി 2 പേരും ഈ അതിനെക്കുറിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ ഹാഷിം മൂസയാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളടക്കം 3 പേര്. ഇനി ഈ കൂടെയുള്ള 2 പേര് അവരുടെ ഐഡൻറ്റിറ്റി സംബന്ധിച്ച് അവരുടെ പേര് വിവരങ്ങൾ സൈന്യം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അവർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ നാടോടികളുടെ എന്തോ നീക്കം ഇവർക്ക് വലിയ, അതായത് ഈ ആട്ടിടയന്മാർ, അതായത് സൈന്യം കുറച്ച് നാളായിട്ട് അവിടെ പ്രദേശം മുഴുവൻ തിരയുകയാണ്. അപ്പോൾ വിവരശേഖരണം പല വഴിക്ക് നടക്കുന്നുണ്ട്. ചില നാടോടികളും ചില ആട്ടിടയന്മാരടക്കമുള്ളവർ സൈന്യത്തിന് നിർണായക വിവരം കൊടുത്തു. അതായത് ഈ വനമേഖല കേന്ദ്രീകരിച്ച് ആരോ ഉണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച്, അതായത് 14 ദിവസം നീളുന്ന ശ്രമങ്ങളാണ്. ഈ ഒരു റേഡിയോ സിഗ്നൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവരെവിടെയാണ്, എങ്ങനെയാണ്, വിശാലമായ വനപ്രദേശമാണ്. നമുക്ക് അവിടെ ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് മലയിടുക്കുകളുണ്ട്, ചെങ്കുത്തായ മേഖലകളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കടന്നു ചെന്ന് തിരയുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കൃത്യം വിവരം കിട്ടിയാൽ നമുക്ക് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ പറ്റും. അങ്ങനെയാണ് സൈന്യം ഇതുമായിട്ട് മുമ്പോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യത്തിന് വലിയ ഉത്തരവായിരിക്കുകയാണ്. അതായത് നിരന്തരമായി, അതായത് ഏറ്റവും ഇതിൻ്റെ ഒരു കോയിൻസിഡൻ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും പാർലമെൻറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം, ഈ ആക്രമണം നടത്തിയവരെ എന്തുകൊണ്ട് പിടികൂടിയില്ല, ഇവരെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ആ പ്രശ്നം ഉന്നയിക്കുന്ന ആ സമയത്ത് തന്നെ ഇവരെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. പക്ഷെ പ്രേമലാലേട്ടാ, ഇവരെ ജീവനോടെ പിടിച്ചാലല്ലേ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അല്ല, ജീവനോടെ പിടിക്കുക എന്നുള്ളത് ഒരു സൈന്യം, ഒരു ഏറ്റുമുട്ടൽ മേഖലയിൽ ഒരു ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകുമല്ലോ. ഒരു ഭീകരർ എന്ന് പറയുന്ന സാധാരണ കുറ്റവാളികളൊന്നും അല്ല, അവര് സായുധരാണ്. അവരെ കീഴടക്കുക എന്ന് വെച്ചാൽ ഏറ്റുമുട്ടലിലൂടെ അപ്പോൾ നമുക്കൊരിക്കലും ഒരു സാധാരണ കുറ്റവാളികളെ തേടിപ്പിടിച്ച് കണ്ടെത്തുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ നിന്ന് തരത്തൊന്നുമില്ല, അവർ തിരിച്ചാക്രമിക്കും, പ്രത്യാക്രമണം നടത്തിയേ പറ്റുള്ളൂ. പിന്നെ വേറെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ഭീകരവാദികൾ അവിടെ ടെൻറ്റിൽ കിടന്നുറങ്ങിയ സമയത്ത് സൈന്യം അവരെ വേട്ടയാടി പിടിക്കുകയായിരുന്നു തരത്തിൽ. അത് സംബന്ധിച്ചും സ്ഥിരീകരണം വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ സൈന്യം പുറത്തുവിട്ട വാർത്തകൾ അവരുടെ ടൈം ലൈൻ അടക്കം പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കണ്ടെത്തി, അത് പിന്തുടർന്നു പോയി, ഡ്രോൺ അയച്ച് വിഷ്വൽ എടുത്തതിന് ശേഷം, ആൾക്കാരുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം, അതായത് പകൽ സമയത്ത് നടന്ന ആക്രമണം, രാത്രിയല്ല. നേരത്തെ വന്ന വാർത്തകൾ പ്രകാരം രാത്രി 2 മണിക്ക് ഇവർ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായെന്നൊക്കെ വാർത്തകൾ വരുന്നു. ഏതായാലും അത് സംബന്ധിച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് കൃത്യമായ വിവരം പുറത്തു വരുമായിരിക്കും. അതെ.